ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിനിമാ പാട്ട് പാടാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വർക്കിന് പോയിട്ട് തിരിച്ച് വന്നതേ ഉള്ളൂ. മേല് കഴുകണം, പിന്നെ തുണി കുറച്ച് ഇത്തിരി ഇന്നലെ ഒരുപാട് തുണികളൊക്കെ കഴുകിയിട്ടു. ഇന്ന് അതിൻ്റെ ബാക്കി തുണികൾ ഇന്നലെയൊക്കെ ഇട്ടിട്ടുള്ള തുണിയൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് കഴുകണം. അപ്പോൾ ആദ്യം കൂടെ 2 ദിവസമായിട്ട് പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അവന് സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് അതേ കാട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ. എപ്പോഴാണ് ഈ ഫോൺ വാങ്ങിക്കാമെന്നറിയില്ല. ഞാൻ കുറേ ദിവസമായിട്ട് ഈ ഒരു പാട്ട് പാടി അപ്ലോഡ് ചെയ്യണം പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവർ സമ്മതിക്കില്ല, അതിൽ കൂടെ സമ്മതിക്കില്ല കേട്ടോ. പാട്ട് പാടി നമ്മളിങ്ങനെ സംസാരിക്കുക പാട്ട് പാടുക ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ പിന്നിൽ വന്ന് ഇടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ കുരുത്തക്കെടുകൾ കാണിക്കുക സമ്മതിക്കുകയില്ല. ഇപ്പോൾ സൈലൻ്റായിട്ടിരുന്ന് ടി വി ആണ്. എപ്പോഴാണ് ഫോൺ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. അതിന് മുമ്പേ ഒരു പാട്ട് പാടി അപ്ലോഡ് ചെയ്ത് ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ തുണി കഴുകാനായിട്ട് പോകട്ടോ. അപ്പോൾ ഈ ചുരിദാർ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നന്നായിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചുരിദാറാണ്. ഞാൻ വീട്ടിൽ പോയി തിരിച്ച് വരുമ്പോൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാടാൻ പോവുകയാണ്. ആരും ഓടരുത്. തുടങ്ങണം. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി നീർത്തി, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തല്ലോ നിൻ ഭാവം മോഹനമാക്കി, മിന്നായ കയ്യിൽ നിൻ തൂവൽ ചിരി വിതറി തേയ്മാസത്തെന്നൽ പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവിൽ പാടി മറഞ്ഞു നിന്റെ അനാഥ മൗനം. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി നീർത്തി, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തല്ലോ നിൻ ഭാവം മോഹനമാക്കി. നീയാണാദ്യം കണ്ണീർ തൂവി ശ്യാമാരണ്യത്തിന്നിതേ, നീയാണാദ്യം പുഞ്ചിരി തൂകി നിത്യനിലാവിന്നിതേ, മൂവന്തിക്കതിരായി നിൻ പൊന്മാടത്തുഞ്ചത്തും കോലക്കുഴൽ കിളിക്കുഞ്ഞേ, കസ്തൂരിക്കുറിയുണ്ട് പൂപ്പവില മിന്നുണ്ട് നിറയോല പൂമേടക്കൂടുണ്ട്, കാണുന്നതെല്ലാം സ്വപ്നങ്ങളാക്കും ഓടക്കുഴൽ കിളിക്കുഞ്ഞേ. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി നീർത്തി, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തല്ലോ നിൻ ഭാവം തെറ്റിപ്പോയിട്ടോ നിൻ ഭാവം മോഹനമാക്കി. ആഴിയും മൂഴിയും മുളിയിണങ്ങും നേരം മാടി വിളിക്കുന്നു, പൊന്മീനോടിയ മനത്തിക്കൊമ്പിൽ ഉണ്ണി തിരഞ്ഞു പൂത്താരം, കുടവത്തളിരലയുണ്ട് ഇലവെട്ടക്കൂടുണ്ട് ഓടക്കുഴൽ കിളിക്കുഞ്ഞേ, വൈഡൂരിച്ചെപ്പുണ്ട് സിന്ദൂരക്കൂടുണ്ട് താനാടും ചങ്ങായി കൂടുണ്ട്, തേടുന്നതെല്ലാം രത്നങ്ങളാക്കും ഓടക്കുഴൽ കിളിക്കുഞ്ഞേ. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി നീർത്തി, പൊന്നോ പൂമൊട്ടോ വർണ്ണത്തല്ലോ നിൻ ഭാവം മോഹനമാക്കി. ഇതിൽ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ ഞാൻ പാട്ടുകളൊക്കെയാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ലൈവ് ഞാൻ ചെയ്യാറേ ഇല്ല. ലൈവ് ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ആദ്യക്കുട്ടനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം, അതൊക്കെ കൊണ്ടാണ്.
പിന്നെ ചിലരൊക്കെ ചോദിക്കും ലൈവിൽ നിറയെ ആളുകളൊന്നും വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിക്കതിലൊന്നും പരാതിയില്ല. ലൈവ് ചെയ്യുമ്പോൾ ഒരാളായാലും രണ്ടാളായാലും അതിലൊന്നും എനിക്ക് വലിയ വിഷമമൊന്നും തോന്നാറില്ല. വരുന്നവർ നല്ല സ്വഭാവക്കാരായാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് കമൻറ്റ്, മോശം കമൻ്റ് ഇട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ച് കമൻ്റ് ഇട്ട് പിരാമിട്ടണോ അങ്ങോട്ട് മാറി നടക്ക്, അവിടെ നടക്ക്. കുറുമ്പിപ്പൂച്ചയല്ല, കറുമ്പിപ്പൂച്ച. അപ്പോൾ ഒരിക്കൽ ഉടുപ്പ് ഇടണില്ലേ, മേലി എഴുത്തിടമ്മ ഇട്ടാ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കമൻ്റ് ഇട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മോശം കമൻറ്റ്, ബാഡ് കമൻറ്റ് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കമൻറ്റ് വന്ന് തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതും പറഞ്ഞ് അവസാനം അവരുടെ പ്രഷറും കൂട്ടി നമ്മുടെ പ്രഷറും കൂട്ടി അങ്ങനെയൊരു ലൈവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഒരാളല്ലെങ്കിൽ രണ്ടാൾ നമ്മളോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന, മോശം വാക്കുകളൊന്നും പറയാതെയൊക്കെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രമാത്രം നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുത്തിയിരുന്ന് ലൈവ് ചെയ്യാനൊന്നും എനിക്ക് എന്നെ സമ്മതിക്കില്ല, അങ്ങനെ അനിയനെ സമ്മതിക്കില്ല. അപ്പോൾ സമയം കിട്ടുമ്പോഴേക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഇതായിട്ട് നല്ല സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ ആയിട്ട് ആര് വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ നമ്മുടെ ലൈവിൽ അങ്ങനെ ആരും ബാഡ് കമൻ്റ് ഇട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അതുകൊണ്ട് ആരും വരാറുമില്ല. വരുന്നവർ നല്ലതായിട്ട് അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചാനൽ ചെയ്താൽ മതി. ഞാൻ മിക്ക ചാനലുകളിലും കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറച്ചിലാണ്, ഭയങ്കരമായിട്ട് ഓവറായിട്ട് തെറി പറയുന്നുണ്ട്. യൂട്യൂബേഴ്സായിട്ടുള്ള സ്ത്രീകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാതിരിക്കണം ഏറ്റവും കൂടുതൽ നല്ലത്. എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് ഇങ്ങനെ നമ്മൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ, സ്ത്രീകളെന്ന് പറഞ്ഞാൽ അടുത്തുള്ള അവരോടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും, വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. ഇവിടുത്തെ അമ്മയൊക്കെയാണെങ്കിൽ, ഇവിടുത്തെ അമ്മ മരിച്ചുപോയി, ഇവിടുത്തെ അമ്മയൊക്കെ അങ്ങനെയാണ്. ഈ വഴിയിൽ കൂടെ പോകുന്നവരോടൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അല്ലെ സ്ത്രീകൾ കൂടുതലായിട്ട് ലൈവിലൊക്കെ എന്താ പറയുക, വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക അനിയാണ്ട് എന്നെ സമ്മതിക്കാറില്ല കേട്ടോ. അപ്പോഴാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് ചില അഭിപ്രായങ്ങൾ നമുക്കും പിടിക്കില്ല, നമ്മൾ തിരിച്ചങ്ങോട്ടും പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമാകും. അങ്ങനെ നമ്മുടെ ചാനലിൽ പിന്നെ കേസ് കൊടുക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാതെ നമ്മുടെ ചാനൽ നല്ല രസകരമായിട്ട്, ചെറിയ കുഞ്ഞ് ചാനലാണ്, സമാധാനപരമായിട്ട് മാത്രം കൊണ്ടുപോകാനുള്ള താല്പര്യമാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ ചാനലിൽ പാട്ട് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതലായിട്ട് വീട്ടിൽ വെച്ചത് അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഞാൻ അധികം കുറച്ചൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് പറയാറുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും അങ്ങനെ ഞാൻ പറയാറില്ല. അങ്ങനെ പറയുന്നത് നമ്മുടെ ഏട്ടന് ഇഷ്ടവുമല്ല. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ആദ്യം കൂടെ സ്കൂളിൽ വിട്ട് വന്നിട്ട് അവനെ അപ്പിയിടുകയാണ് കേട്ടോ. അപ്പോൾ അവനെ കഴുകിയൊക്കെ കൊടുത്ത് മേലൊക്കെ കഴിക്കണം. പനി ഇപ്പോൾ കുറവുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരി നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാട്ടൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.